സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി റാഫേൽ തട്ടിലിനെ തെരഞ്ഞെടുത്തു. തെലങ്കാന ആസ്ഥാനമായുള്ള ശംഷാബാദ് രൂപത ബിഷപ്പാണ് റാഫേൽ തട്ടിൽ. കർദിനാൾ ജോർജ് ആലഞ്ചേരി സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് സിനഡ് ചേർന്ന് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്തത്. സിറോ മലബാർ സഭയുടെ 4ാമത്തെ മേജർ ആർച്ച് ബിഷപ്പായി ശംഷാബാദ് രൂപതയുടെ മെത്രാനായ മാർ റാഫേൽ തട്ടിൽ പിതാവ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിച്ചു. സിറോ മലബാർ സഭയുടെ 4ാമത്തെ മേജർ ആർച്ച് ബിഷപ്പായാണ് മാർ റാഫേൽ തട്ടിലിനെ തെരഞ്ഞെടുത്തത്. സിനഡ് ആരംഭിച്ച് 2ാം ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുകയും വത്തിക്കാന്റെ അംഗീകാരം ലഭിക്കുകയും ചെയ്തതോടെയാണ് പ്രഖ്യാപനമുണ്ടായത്. പാലാ ബിഷപ്പ് ജോസഫ് കലറങ്ങാട്ടിന്റെ പേര് മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് ആദ്യം തെരഞ്ഞെടുത്തിരുന്നുവെങ്കിലും അദ്ദേഹം വിസമ്മതിച്ചതിനെ തുടർന്നാണ് റാഫേൽ തട്ടിലിനെ മേജർ ആർച്ച് ബിഷപ്പായി പ്രഖ്യാപിച്ചത്. മെത്രാൻ ഒരു സ്വകാര്യ സ്വത്തല്ലെന്നും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്ന ശൈലി സഭയ്ക്കകത്തുണ്ടാകണമെന്നും എല്ലാവരുടെയും സ്നേഹവും പിന്തുണയും വേണമെന്നും തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. ഒരു പ്രതിസന്ധിയും അവസാനമല്ല, എല്ലാ പ്രതിസന്ധികളും ചക്രവാളങ്ങളാണ്. ഒരു സൂര്യോദയമാണിത്. എന്തെങ്കിലും നമുക്ക് കുറവുകളുണ്ടെങ്കിൽ അത് ചേർന്ന് നിൽക്കാത്തതിന്റെ കുറവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ചേർന്ന് നിൽക്കാൻ എന്നാൽ പറ്റാവുന്ന വിധത്തിലല്ല ഞാൻ. തൃശൂർ സ്വദേശിയായ മാർ റാഫേൽ തട്ടിൽ 1980-ലാണ് തൃശൂർ രൂപതയ്ക്ക് വേണ്ടി പൗരോഹിത്യം സ്വീകരിച്ചത്. വിവിധ പള്ളികളിൽ വികാരിയായതിനു ശേഷം റോമിലെ പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കാനൻ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടി. പിന്നീട് രൂപത വൈസ് ചാൻസലർ, ചാൻസലർ, സിഞ്ചലിയോസ് എന്നീ പദവികൾ വഹിച്ചു. 2010 തൃശൂർ അതിരൂപത സഹായ മെത്രാനായി നിയമിക്കപ്പെട്ടു. 2018-ലാണ് ശംഷാബാദ് രൂപതയുടെ മെത്രാനാകുന്നത്. കുർബാന തർക്കം, സഭാഭൂമിയിടപാടടക്കമുള്ള വിഷയങ്ങളിൽ വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മാർ ജോർജ് ആലഞ്ചേരി മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം ഒഴിഞ്ഞത്. ഇതിനു പിന്നാലെയാണ് സിനഡ് ചേർന്ന് പുതിയ തലവനെ തെരഞ്ഞെടുത്തത്. മീഡിയ 1 കൊച്ചി.